എല്ലാവർക്കും കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു അച്ചാറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പാവയ്ക്ക അച്ചാറാണ്. അപ്പൊ എന്തായാലും നമ്മളെ ചീനച്ചട്ടിയില് നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട്. അതില് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് അറിയണ്ടേ. വെളുത്തുള്ളി ഇഞ്ചിയാണ്. അത് നന്നായിട്ട് മൂപ്പിച്ച് തന്നെ എടുക്കണം. നല്ലൊരു ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതാണ് അത് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഈ അച്ചാറിന് കറിയിലാണെങ്കിലും നമ്മൾ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ അച്ചാറിന്റെ ഹൈലൈറ്റ് നിറച്ച് എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെയാണ്. അതിൻ്റെ കൂട്ടത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല എന്താണ് കുറച്ച് കൂടുതൽ പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാം. അതാകുമ്പോൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും, കുറേ നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. കുറച്ച് ഞങ്ങളിപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഇത് അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ദാണ്ടാ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇവിടെ. എന്നാ കണ്ടില്ലേ, ഈ ഒരു പരുവമാവുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കി എടുക്കണം. നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാധാരണ മുളക് പൊടി ചേർക്കാറില്ലാണ്, കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് അത്യാവശ്യമാണല്ലോ ഉലുവാപ്പൊടി. ഏത് അച്ചാർ എടുത്താലും നമുക്ക് ഉലുവാപ്പൊടി മസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് എന്താണ് മൂപ്പിച്ചെടുക്കണം. അപ്പം പൊടികളൊക്കെ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ തീ കുറച്ച് വെക്കണേ. ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് നന്നായിട്ട് ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് വിനാഗിരിയാണ്. വിനാഗിരിക്ക് പല നാട്ടിൽ പല പേരും പറയും. ചെറിയൊരു ചുരുക്കാന്നൊക്കെ പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്ങോട്ടൊക്കെ ചുരുക്കാന്നൊക്കെയാണ് പറയുന്നത്. വിനാഗിരി എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഇതിൻ്റെ അച്ചാറിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത്. അപ്പം വിനാഗിരിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുക്കാൽ ഭാഗത്തോളം നോക്കിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതുകൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടെ അരപ്പും ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അതാ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുകയായിരുന്നു. ഇത് എളുപ്പമാണല്ലോ ഈ പരിപാടി, അച്ചാർ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു, ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് കുസൃതി ഒപ്പിക്കാനായിട്ട് ഒരാളിങ്ങനെ കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയറി നിൽക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു. ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിരുന്നു നമ്മളുടെ പാവയ്ക്ക അച്ചാർ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീട്ടിലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കൂടുതൽ പാവയ്ക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പം കറി ഉണ്ടാക്കി അത് കഴിച്ച് കാണിച്ചില്ലെങ്കിൽ പോഷല്ലേ. ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഊണിന് എന്നതാ ഇന്നത്തെ കറികൾ? ഇന്ന് ഏത്തപ്പഴം പുളിശ്ശേരി, പാവയ്ക്ക അച്ചാർ. നമ്മളുടെ സ്പെഷ്യൽ പാവയ്ക്ക അല്ലേ? പാവയ്ക്ക അച്ചാർ. പിന്നെ പിന്നെ ഉണക്കമീൻ കറി, ഉണക്കമീനും ചക്കക്കുരുവും കൂടെ കറി.
പിന്നെ പപ്പടം. പപ്പടം ഇവിടെ പപ്പടം. മുളക് വറുത്തത്. കൊറേ ഉണ്ടല്ലോ, പ്ലേറ്റ് നിറഞ്ഞല്ലോ. ആ പിന്നെ പ്ലേറ്റ് നിറഞ്ഞില്ല. പിന്നെ നാരങ്ങ ഈന്തപ്പഴവും കൂടെ അച്ചാറ്, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക വറുത്തതുണ്ടായിരുന്നല്ലോ. പാവയ്ക്ക വറുത്തു. പിന്നെ മാങ്ങ നെല്ലിക്ക മാങ്ങായും കാന്താരിയും കൂടെ അല്ലേ ഉപ്പിലിട്ടത്. ഉപ്പിലിട്ട് വെച്ചത്. ആർച്ചോട്ടന് ഒത്തിരി ഇഷ്ടം പപ്പടം, കാരണം അത് കാണത്തില്ല. വേണോ കുഞ്ഞിന് ഇതെല്ലാം കൂടെ അതാണ്ട് പിടിച്ച് വലിച്ച് കുഴച്ച് കുഴച്ചു. എടുത്ത് വെച്ചതേ ഉള്ളൂ, വന്ന് പീച്ചി എടുത്ത്. എല്ലാം കൂടെ കഴിച്ചേ. വിഷ്ണു കഴിച്ചേ, എടുത്ത് കഴിച്ചേ. അമ്മച്ചേ സൂപ്പറാണോപ്പാ? സൂപ്പറാണോ? അടിപൊളി. അടിപൊളിയാണോടാ? അടിപൊളിയാണോടാ? ഇങ്ങ് നോക്കിക്കേ. സൂപ്പറാണോ? പറഞ്ഞിട്ട് പോ. സൂപ്പറാണോ? സൂപ്പറാണെന്ന് പറഞ്ഞേ. സൂപ്പർ സൂപ്പർ. അടിപൊളിയാ. അടിപൊളി. സൂപ്പറാണോപ്പാ? അമ്മ പിടിച്ചു തരാം. താഴെ പോവും. അമ്മ പിടിച്ചു തരാം. അമ്മ അത് സൂപ്പറാണോ? സൂപ്പറാണോ? പാവയ്ക്കാച്ചാറ് സൂപ്പറാണോ? ഇവിടുത്തെ ടേസ്റ്റുകാരന് അയ്യടാ സൂപ്പർ. എല്ലാരും കൊതി വരട്ടെ. വേണോന്ന് ചോദിച്ചേ. വേണോന്ന് ചോദിച്ചേ. ഇങ്ങനെ ഈ ചോറ് എടുത്തേച്ച് ചോദിച്ചേ. വേണോന്ന് ചോദിച്ചേ. വേണോ ഇതെങ്ങനെ ചോദിച്ചേ? വേണോന്ന് വാ പൊളിച്ചോന്ന് ചോദിച്ചേ. വാ പൊളിച്ചോളാം. അയ്യോ അച്ചാറല്ലേ കുടിക്കാം. അച്ചാറൊക്കെ ഇഷ്ടല്ലേ? സൂപ്പറാണോന്ന് പറഞ്ഞ ശാലോമ്മയോട് പറഞ്ഞ സൂപ്പറാണോന്ന്. സൂപ്പറാണോ? ശരി ശരി. നമസ്കാരം.